Morning students. Today onwards we are starting our revision classes. We already finished our chapters. So today onwards we are starting our revision classes. And the first chapter for our revision is gravitation. Okay. So in this class we are going to discuss the main points about this chapter. And thereafter we are going to discuss the exercise questions. We are already finished the index questions in the classes. So after discussing the important points in this chapter, we started to do our exercise quiz. So, first of all, let's discuss what is this chapter discuss. Okay. So, in this chapter, first we are dealing with what is gravitation. എന്താണ് ഗ്രാവിറ്റേഷൻ? ആ ചാപ്റ്ററിന്റെ പേര് തന്നെ എന്താണ് ഗ്രാവിറ്റേഷൻ എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിച്ചത്. ദാറ്റ് ഇസ് ദ ബേസ് ഓഫ് ദിസ് ചാപ്റ്റർ അല്ലെ. എന്താണ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്? Yes, the earth attracts all objects towards its center with a force, and that force of attraction is called gravitation. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ഈ ആകർഷണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗുരുത്വാകർഷണ ബലം അതല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. That is the important point in this chapter. Then ഭൂമി എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും യൂണിവേഴ്സിലുള്ള എല്ലാ വസ്തുക്കളും അട്രാക്ടിങ് ഈച്ച് അതർ, പരസ്പരം ആകർഷിക്കുന്നുണ്ട്. അതിന് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് ലോ പഠിച്ചിരുന്നു. ആൻഡ് ദാറ്റ് ലോ ഈസ് പുട്ട് ഫോർവേഡ് ബൈ ഐസക് ന്യൂട്ടൺ അല്ലെ. ഐസക് ന്യൂട്ടൺ മുന്നോട്ട് വെച്ച യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിച്ചു അല്ലെ. എന്തായിരുന്നു യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത്? എവറി ഒബ്ജെക്ട് ഇൻ ദ യൂണിവേഴ്സ് attract every other object with a force which is directly proportional to the product of the mass and inversely proportional to the distance between them. ലോ ഒരു ഇച്ചിരി ലെങ്തി ആണെങ്കിലും ഇറ്റ്സ് വെരി സിമ്പിൾ അല്ലെ. നമ്മൾ ക്ലാസ് എടുത്ത കൂടുതൽ പറഞ്ഞതാണ് എന്താണെന്നുള്ളത്. എന്തായിരുന്നു? നമുക്കറിയാം ഭൂമി നമ്മളെ അല്ലെങ്കിൽ ഈ ഭൂമിക്ക് ചുറ്റുമുള്ള അല്ലെ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നത് പോലെ തന്നെ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നുണ്ട് അല്ലെ. ആ പരസ്പരം ആകർഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദാറ്റ്സ് എ ഫോഴ്സ് ദെയർ. ഇനി ആ ഫോഴ്സ് കാണാൻ നമുക്ക് ആ ലോയിൽ നിന്ന് കിട്ടും. എന്താണ്? ദാറ്റ് ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസ്, വിച്ച് മീൻസ് എന്താണ്? രണ്ട് മാസ് M1ഉം M2ഉം രണ്ട് മാസ് ഉള്ള ഒബ്ജക്റ്റ് ആണ്. ഫസ്റ്റ് മാസ് M1 ആണ്, സെക്കൻഡ് ഒബ്ജക്റ്റിന്റെ മാസ് M2 ആണ്. അപ്പൊ ഈ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ എന്തുണ്ടായിരിക്കും? There will be a force of attraction, and that force of attraction is proportional to the product of this mass. ഈ രണ്ട് മാസിന്റെയും പ്രോഡക്റ്റിന് തുല്യമായിരിക്കും, പ്രോഡക്റ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആൻഡ് ഓൾസോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, വിച്ച് മീൻസ് ദാറ്റ് ഇവയ്ക്ക് രണ്ടിന്റെയും ഈ രണ്ട് ഒബ്ജക്ട്സിന്റെയും സെന്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ദാറ്റ് ഈസ് every object in the universe attract every other object with a force which is directly proportional to the product of the mass and inversely proportional to the square of the distance between them. And we can derive the equation as F is proportional to m1 m2 by d square. m1 m2 masses ആണ്, d എന്ന് പറയുന്നത് അവയ്ക്ക് ഇടയിലുള്ള ദൂരത്തിന്റെ സ്ക്വയർ, അതാണ് d സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ. ഇനി we know that in order to remove this proportionality sign we have to put a constant, or we have to multiply it with a constant. Here that constant is universal gravitational constant denoted by capital letter G. So that capital letter G indicates endana universal gravitational constant, and its value is 6.67 into 10 raised to minus 11 അല്ലേ. അതാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ എന്തെന്ന് പറയുന്നത്? സൈൻ എന്ന് പറയുന്നത്, സോറി വാല്യൂ എന്ന് പറയുന്നത്, മാഗ്നിറ്റ്യൂഡ്. നൗ വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് ദിസ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്? എന്താണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്? ജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. എന്താണ്? നമുക്കറിയാം ആ ഇക്വേഷൻ അപ്പം എങ്ങനെയാണ് വരുന്നത്? എഫ് ഈസ് ഈക്വൽ ടു ജി m1 m2 ബൈ ഡി സ്ക്വയർ എന്നാണ്. അതിൽ എഫിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, മാസ് കിലോഗ്രാം, ഡി ഡിസ്റ്റൻസ് ആണ്, ദാറ്റ് ഇസ് മീറ്റർ അല്ലേ. സോ അതിൽ നിന്ന് ജിയുടെ യൂണിറ്റ് നമുക്ക് കിട്ടും ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ. നിങ്ങൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല, ഇക്വേഷൻ അറിയെങ്കിൽ യു ക്യാൻ റെഡ്യൂസ് ദാറ്റ് അല്ലേ. അതും അവയും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി അതാണ് നമ്മൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിനകത്ത് പറഞ്ഞത്. നൗ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫ്രീ ഫാൾ. എന്താണ് ഫ്രീ ഫാൾ എന്നുള്ളത്? എന്താണ് ഫ്രീ ഫാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു വസ്തു
വേറൊരു ഫോഴ്സും ഇല്ലാതെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് മാത്രമാണ് താഴേക്ക് വീഴുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഫ്രീ ഫാൾ എന്ന് പറയും. That is the only force that acting on that body is only the gravitational force. വേറെ എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നും ആ ഒബ്ജക്റ്റിൽ ഇല്ല എങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? ഫ്രീ ഫാൾ എന്ന് പറയും. ഓക്കെ, ആ ഫ്രീ ഫാൾ പഠിച്ചു കൊടുത്ത് നമ്മളൊരു പുതിയ ടേം പഠിച്ചു, ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. യു നോ വാട്ട് ഈസ് ആക്സിലറേഷൻ? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. എന്താണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പം അതിനുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ആ വെലോസിറ്റിക്ക് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഐദർ ഇറ്റ് ക്യാൻ ബി ഇൻ മാഗ്നിറ്റ്യൂഡ് ഓർ ഇറ്റ് ക്യാൻ ബി ഇൻ ഡയറക്ഷൻ. ആ വെലോസിറ്റിക്ക് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ദ ബോഡി ഈസ് ആക്സിലറേറ്റിംഗ്. സോ അങ്ങനെ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. മൂവ് ചെയ്യുമ്പോൾ വെലോസിറ്റിക്ക് ചേഞ്ച് വന്നാൽ അവിടെയുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ താഴേക്ക് വീഴുന്ന ഒരു ഒബ്ജക്റ്റിന് എന്ത് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അങ്ങനെ വരുന്ന ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലം താഴേക്ക് വീഴുന്ന ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷനെയാണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ജി, സ്മോൾ ലെറ്റർ ജി. നമ്മൾ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ലെറ്റർ ജി ആയിരുന്നു. ഇതെന്താണ്? സ്മോൾ ലെറ്റർ ജി ആണ്. ഓക്കെ, ഞാൻ ഈ പറയുന്ന കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ആ പോർഷൻസ് ഒക്കെ ജസ്റ്റ് മറിച്ച് നോക്കി പോകാമെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. ഓക്കെ, സോ സ്മോൾ ലെറ്റർ ജി ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വന്നത്? താഴേക്ക് വീഴും തോറും അതിന്റെ മാഗ്നിറ്റ്യൂഡിന് എന്ത് വരുന്നുണ്ട്? വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിന് ചേഞ്ച് വരുന്നുണ്ട്. അങ്ങനെയാണ് അവിടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞ ഒരു ടേം അവിടെ വന്നത്. അല്ലാതെ ഡയറക്ഷന് മാറ്റമൊന്നും വരുന്നില്ല. ഓൺലി ദ ചേഞ്ച് ഈസ് ഡ്യൂ ടു മാഗ്നിറ്റ്യൂഡ്. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിന്റെ ചേഞ്ച് മൂലമാണ് അവിടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞൊരു ടേം വന്നത്. ആൻഡ് ദാറ്റ് ആക്സിലറേഷൻ ഈസ് കോൾഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ ജി. ഇനി നമ്മൾ ആ ജി കണ്ടുപിടിക്കാൻ കുറച്ച് സ്റ്റെപ്സ് ചെയ്തിരുന്നു. എന്തായിരുന്നു ആ സ്റ്റെപ്പ്? നമുക്കറിയാം F = ma എന്നുള്ള ഒരു ഇക്വേഷൻ അറിയാം അല്ലേ? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം F = ma എന്നൊരു ഇക്വേഷൻ അറിയാം. അതിലേ എന്തായിരുന്നു? ആക്സിലറേഷൻ ആയിരുന്നു. ഇവിടെ താഴേക്ക് വീഴുന്ന ഒരു ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഫ്രീ ഫാളിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ എന്താണെന്ന് ഇപ്പൊ പറഞ്ഞത്? ഇറ്റ് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി. സോ വി ക്യാൻ replace that a by small letter g. That is the equation become F = mg. ആ ഒരു ഫോഴ്സ് എം ജി എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിൽപ്പുണ്ട്. ആ ഫോഴ്സ് എന്ത് നമ്മളുടെ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. നമ്മുടെ ഒബ്ജക്റ്റും ഭൂമിയും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ആ ഫോഴ്സിനോട് തുല്യമല്ലേ നമ്മൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത് F = G(m1 m2/d² എന്ന് പറയുന്നത്? അതെ. അപ്പം നമുക്ക് അതിനെ തമ്മിൽ ഒന്ന് ഇക്വേറ്റ് ചെയ്തോ? യെസ്. അവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് എന്തൊക്കെ തമ്മിലായിരുന്നു? ഒബ്ജക്റ്റിന്റെ മാസ് സ്മോൾ എമ്മും ഭൂമിയുടെ അല്ലെങ്കിൽ എർത്തിന്റെ മാസ് ക്യാപിറ്റൽ എമ്മും. ഇനി അവ തമ്മിലുള്ള ദൂരം എങ്ങനെയാണ് നമ്മൾ എടുത്തത്? R എന്നാണ് എടുത്തത്. ദാറ്റ് ഈസ് റേഡിയസ് ഓഫ് ദി എർത്ത്. എന്തുകൊണ്ട് R എന്ന് എടുത്തത്? നമുക്കറിയാം ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ റേഡിയസ് വളരെ വലുതാണ്. അപ്പൊ നമ്മളൊരു ജസ്റ്റ് ഒരു 10 മീറ്റർ ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ആ 10 മീറ്റർ എന്ന് പറയുന്നത് റേഡിയസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. യു ക്യാൻ നെഗ്ലെക്ട് ദാറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അവിടെ റേഡിയസ് മാത്രമായിട്ട് എടുക്കുന്നത്. R+10 മീറ്റർ എന്ന് എഴുതുന്നത് വളരെ സ്മോൾ ക്വാണ്ടിറ്റിയാണ്, ചെറിയൊരു വേരിയേഷനെ വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെ R എന്ന് എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു. ആൻഡ് ദാറ്റ് ഇക്വേഷൻ ബിക്കം mg = G(M) r². ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? സ്മോൾ g = G(M) r² എന്ന ഇക്വേഷൻ കിട്ടി. which indicates that the acceleration due to gravity depends only on universal gravitational constant g, mass of the earth and radius of the earth. These are constants അല്ലേ? mass of the earth constant ആണ്, mass of the radius of the earth constant ആണ്, g എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ താഴേക്ക് വീഴുന്ന ഒരു വസ്തുവിന്റെ മാസിനെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി മാസ് ഓഫ് ദ ഒബ്ജക്ട്. സോ ഒരു 10 കിലോഗ്രാം മാസ് താഴേക്ക് വീണാലും 1 കിലോഗ്രാം ഉള്ള ഒരു മാസ് താഴേക്ക് വീണാലും അല്ലെങ്കിൽ 1 കിലോഗ്രാം ഉള്ള ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വീണാലും രണ്ടിലും അനുഭവപ്പെടുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്? ഇറ്റ് ഈസ് സെയിം അല്ലേ? രണ്ടും സെയിം ആയിരിക്കും. ഇനി നമ്മൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ജിക്ക് വാല്യൂ കണ്ടുപിടിച്ചിരുന്നു 9.8 m/s². ആൻഡ് ഓൾസോ വി ലേൺ ദാറ്റ് ഇറ്റ് ഈസ് ഡിഫറെന്റ് അറ്റ് പോൾസ് ആൻഡ് ഇക്വേറ്റർ. പോളിലും ഇക്വേറ്ററിലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഒരു ചെറിയ വ്യത്യാസം വരുമെന്ന് പഠിച്ചിരുന്നു. എന്തുകൊണ്ടാണ്? രണ്ടിടത്തും നമുക്കറിയാം ഭൂമി ഒരു കറക്റ്റ് സ്പിയർ അല്ല. ആ സ്പിയർ അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഇക്വേറ്ററിൻ്റെ അവിടെയും പോളിൻ്റെ അവിടെയും എന്തുണ്ട്?
ചെറിയൊരു റേഡിയസിന്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്തിന് വ്യത്യാസം വരുന്നുണ്ട്? രണ്ടിടത്തും ജിക്ക് ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. അത് നമ്മൾ പഠിച്ചു. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് മാസ് ആൻഡ് വെയിറ്റ്. എന്താണ് മാസ്, എന്താണ് വെയിറ്റ്? ദാറ്റ് ഈസ് അവർ നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, എന്താണ് മാസ്, എന്താണ് വെയിറ്റ്? മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? ഇറ്റ് ഹാവ് എ മാസ്. മാസ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദി മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ദാറ്റ് ഒബ്ജക്റ്റ്. അതിനകത്ത് എന്തുമാത്രം മാറ്റർ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മാസ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് വെയിറ്റ്? ഇറ്റ്സ് എന്താണ്? ഫെമിലിയർ ടേം ഫോർ ദിസ്, അല്ലേ? എന്താണ് വെയിറ്റ് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ടേമാണ് വെയിറ്റ് എന്ന് പറയുന്നത്. സോ വെയിറ്റ് മീൻസ് നമ്മൾ ഈ പറഞ്ഞ ഒബ്ജക്റ്റിനെ ഭൂമി എന്തുമാത്രം അട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ അട്രാക്റ്റീവ് ഫോഴ്സ് എത്രയാണ്, അതാണ് നമ്മൾ നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത്. സോ മാസ് ക്യാൻ ബി measured using beam balance and weight can be measured using a spring balance. ഇത് നമ്മൾ ഡിഫറൻസ് ആയിട്ട് പഠിച്ചതാണ്. മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസിൽ പഠിച്ചതാണ്, അല്ലേ? സോ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത്, ഭൂമി ഒരു വസ്തുവിനെ എങ്ങനെയാണ് അട്രാക്ട് ചെയ്യുന്നത്, ആ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്, അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. സോ വെയിറ്റ് ഇസ് ഈക്വൽ ടു എഫ് എന്ന് പറയുന്നത് നമുക്ക് എഴുതാമല്ലോ, കാരണം അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലേ. സോ വെയിറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഈസ് ഈക്വൽ ടു എം ജി. എന്താണ് എം ജി വന്നത്? എം എന്ന് പറയുന്ന ആ വസ്തുവിന്റെ മാസ് ആണ്. ജി എന്ന് പറയുന്നത് ഭൂമി അട്രാക്ട് ചെയ്യുന്ന ഏത് ആക്സലറേഷനിലാണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ എഫ് ഇസ് ഈക്വൽ ടു എം ജി, അല്ലെങ്കിൽ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ജി എന്ന് പറയുന്നതാണ് വെയിറ്റ് എന്ന് പറയുന്നത്. സോ യു ഹാവ് ടു തോറോ വിത്ത് ദിസ് ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയിറ്റ്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓൺ മൂൺ. നമുക്കറിയാം, ഭൂമിയിലുള്ള വെയിറ്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത് എന്ത്? എഫ് ഈസ് ഈക്വൽ ടു എം ജി ഓർ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എം ജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയേണ്ടത് എന്താണ്? വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓൺ മൂൺ. മൂണിലുള്ള വെയിറ്റ് എത്രയാണ്? അപ്പം എർത്തിലുള്ള വെയിറ്റും മൂണിലുള്ള വെയിറ്റും രണ്ടും രണ്ടാണ്. എന്തുകൊണ്ടാണെന്ന് അങ്ങനെ പറഞ്ഞത്? നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ റെഡ്യൂസ് ചെയ്തെടുത്തുന്നു. എന്താണ്? ജി ഈസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക്, അല്ലേ? അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മാസ് ഓഫ് ദ എർത്ത്, റേഡിയസ് ഓഫ് ദ എർത്ത്, അല്ലേ? ഈ മാസ് ഓഫ് ദ എർത്തും റേഡിയസ് ഓഫ് ദ എർത്തും വെച്ചിട്ടാണ് നമ്മൾ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നൊരു വാല്യൂ കണ്ടെത്തിയത്. പക്ഷേ മൂണില് ഈ പറയുന്ന മാസും റേഡിയസും എങ്ങനെയാണ്? ഡിഫറെൻ്റ് ആണ്. ഭൂമിയുടെ മാസം റേഡിയസും അല്ലല്ലോ മൂണിനുള്ളത്. സോ അവിടെ നമ്മൾ വേറെ വാല്യൂസ് ഇട്ട് കൊടുക്കണം, മൂണിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുക്കണം. അപ്പം അങ്ങനെ കിട്ടുന്ന ജി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഈ എർത്തിൻ്റെ ജിയെക്കാട്ടിലും കുറവായിരിക്കും. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചെയ്ത് ഒരു ഇക്വേഷൻ റെഡ്യൂസ് ചെയ്തെടുത്തുന്നു. എന്തിന്? വെയിറ്റ് ഓഫ് ദ മൂണും വെയിറ്റ് ഓഫ് ദ എർത്തും തമ്മിൽ, അതായത് വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് അറ്റ് മൂണും വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് അറ്റ് എർത്തും തമ്മിൽ ദർ ഇസ് എ റിലേഷൻ. ആ റിലേഷൻ നമ്മൾ റെഡ്യൂസ് ചെയ്തെടുത്തു. എന്തായിരുന്നത്? വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ ദ മൂൺ ഈസ് ഈക്വൽ ടു 1/6 ഇൻറ്റു വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് അറ്റ് എർത്ത്. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? 60 കിലോഗ്രാം ആണ് ഒരു, ഇപ്പം എൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ വെയിറ്റ് 60 കിലോഗ്രാം ആണെന്ന് കരുതുക ഭൂമിയിൽ. ദെൻ വാട്ട് വിൽ ബി മൈ വെയിറ്റ് ഇൻ എവിടെ? മൂണിൽ എവിടെയായിരിക്കും? വാട്ട് വിൽ ബി മൈ വെയിറ്റ് അറ്റ് മൂൺ? എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഭൂമിയിലെ അറിയാം 60 കിലോഗ്രാം. സോ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദാറ്റ് ഇക്വേഷൻ. ദാറ്റ് ഈസ് വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് അറ്റ് മൂൺ ഈസ് ഈക്വൽ ടു 1/6 ഇൻറ്റു 60. എത്ര കിട്ടും? വി ഗെറ്റ് ആൻസർ ആസ് 10 കിലോഗ്രാം. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഭൂമിയിൽ 60 കിലോഗ്രാം ഉള്ള ഒരു വസ്തുവിന് ചന്ദ്രനിൽ എത്ര വെയിറ്റ് ഉള്ളൂ? ജസ്റ്റ് 10 കിലോഗ്രാമേ ഉള്ളൂ. സോ ഹോപ്പ് യു ഓൾ ഗോട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ്. അവിടെ എന്തിൻ്റെ വ്യത്യാസമാണ്? ജിയുടെ വ്യത്യാസമാണ്. അത് ജി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? മാസിനെയും റേഡിയസിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ്. ഓക്കെ, സോ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് അറ്റ് മൂൺ ഈസ് ഈക്വൽ ടു 1/6 ഇൻറ്റു വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് അറ്റ് എർത്ത്. സോ ആ റിലേഷൻ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് thrust and pressure. എന്താണ് thrust? എന്താണ് pressure? thrust എന്താണെന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് സിമിലർ ടു ഫോഴ്സ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് ഫോഴ്സ്? നമ്മളത് ഫോഴ്സ് എന്താണെന്ന് ഒരു ചാപ്റ്റർ തന്നെ പഠിച്ചിരുന്നു. ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിരുന്നു. ഈ ഫോഴ്സ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുമ്പോഴാണ് വി കോൾ ഇറ്റ് ആസ് thrust. സർഫസിന് ഏത് ഇതിലാണോ പ്രതലത്തിലാണോ വരുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്നതിനാണ് വി കോൾ ഇറ്റ് ആസ് thrust.
ഈ ട്രസ്റ്റ് യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത്. സോ പ്രഷർ ഈസ് ഈക്വൽ ടു thrust by area. Now what is the unit of thrust? It is the same as that of force. എത്രയാണ്? ന്യൂട്ടൺ തന്നെയാണ്. ബട്ട് what is the unit of pressure? ന്യൂട്ടൺ per meter square. അല്ലേ? ഏരിയ, ഫോഴ്സ് ബൈ ഏരിയ ആണ്, അല്ലെങ്കിൽ ത്രസ്റ്റ് ബൈ ഏരിയ ആണ് പ്രഷർ എന്ന് പറയുന്നത്. ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത ടൈമിൽ നമ്മൾ കുറേ ആപ്ലിക്കേഷൻ ലെവൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? എന്താണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, നമുക്ക് ഒരു സിംഗിൾ ആണിയെ നമ്മുടെ കാല് കയറി ചവിട്ടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നല്ല പോലെ പെയിൻഫുൾ ആയിരിക്കും അല്ലേ? ബട്ട് വാട്ട് ഹാപ്പൻ, നമ്മളിപ്പോൾ കുറേ ആണി ശരിക്കും അടിച്ചു വെച്ചിരിക്കുന്ന ഒരു പലകയെ കൂടെ ആൾക്കാർ നടക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്? അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഏരിയ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ പ്രഷർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ബിക്കോസ് ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. പ്രഷർ ഈസ് ഈക്വൽ ടു ത്രസ്റ്റ് ബൈ ഏരിയ എന്നാണ്. സോ ഏരിയ കൂടുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും? കുറയും. ഒരു സിംഗിൾ ആണി എന്ന് പറയുമ്പോൾ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? പോയിന്റ് ഓഫ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഏരിയ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ലെസ്. സോ അവിടെ ഉണ്ടാകുന്ന പ്രഷർ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഈ എക്സാമ്പിൾസും ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ക്ലാസ് എടുത്ത് കൂടുതൽ പറഞ്ഞാണ്. ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്തെടുത്തേക്കുക. Okay, so hope you all understand what is the difference between thrust and pressure. Our next topic is buoyancy and Archimedes principle. Buoyancy, Archimedes principle എന്താണ് പറയുന്നത്? നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്യുമ്പോൾ there is an upward force acting on that object അല്ലേ? ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ എക്സാമ്പിൾ ആയിരുന്നു നമ്മൾ പറഞ്ഞത്. ആ പ്ലാസ്റ്റിക് കുപ്പി നമ്മൾ വെള്ളത്തിലോട്ട് ഇമേഴ്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പെട്ടെന്ന് കൈ എടുത്തു കഴിഞ്ഞാൽ ആ കുപ്പി മുകളിലോട്ട് പൊങ്ങി വരും. So this is due to the upward force acting on that, and that upward force is called buoyancy എന്ന് പറയുന്നത്. ഇനി ഒരു ഒബ്ജക്റ്റ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് അല്ലെങ്കിൽ ചില ഒബ്ജക്റ്റ് വെള്ളത്തിൽ താഴ്ന്നു പോകുന്നതിന്റെ കാരണവും നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? വെള്ളത്തിന്റെ ഡെൻസിറ്റിയെക്കാട്ടിലും കുറവുള്ള ഒബ്ജക്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? പൊങ്ങിക്കിടക്കുന്നതെന്നും ഡെൻസിറ്റി കൂടിയ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? താഴ്ന്നു കിടക്കുമെന്ന് പറയും അല്ലേ? ജലത്തിന്റെ ഡെൻസിറ്റിയേക്കാൾ കൂടുതൽ ഡെൻസിറ്റി ഉള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? താഴ്ന്നു പോകും. ജലത്തിന്റെ ഡെൻസിറ്റിയേക്കാൾ കുറഞ്ഞ ഡെൻസിറ്റി ഉള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അതുകൊണ്ടാണ് ഒരു കോർക്ക് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതും ഒരു അയൺ നെയിൽ അല്ലെങ്കിൽ ഒരു മുട്ടുസൂചി വെള്ളത്തിൽ താഴ്ന്നു പോകുന്നതിനെ കാരണം. അവിടെ നമ്മൾ വേറൊരു ടേം എന്താണെന്ന് പറയുന്നത്? ഡെൻസിറ്റി. ദാറ്റ് ഇസ് മാസ് ബൈ വോളിയം അല്ലെ? മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇനി ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? ഒരു ഒബ്ജക്റ്റ് ഫുള്ളി അല്ലെങ്കിൽ പാർഷ്യലി നമ്മൾ വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ അവിടെ ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിന്റെ വെയിറ്റിന് എന്താ തുല്യമായിരിക്കും? അവിടെ ഉണ്ടാവുന്ന അപ്വേർഡ് ഫോഴ്സിന് തുല്യമായിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. അതിന് നമ്മളൊരു എക്സാമ്പിള് ആർക്കിമിഡീസിന് തന്നെ യുറേക്ക എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെന്റ് അല്ല, ജസ്റ്റ് ഒരു ഇൻസിഡന്റ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഒരു ഗോൾഡൻ ക്രൗണിന്റെ പ്യൂരിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി. ഓക്കെ, സോ അതാണ് എന്തെന്ന് പറയുന്നത്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിന്റെ അല്ലെങ്കിൽ ബോയൻസിയുടെ ഒക്കെ തത്വം വെച്ചിട്ടാണ് നമ്മൾ അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അയൺ കൊണ്ട് നിർമ്മിച്ച അയൺ നെയില് വെള്ളത്തിൽ താഴ്ന്നു പോകുന്നു, പക്ഷെ അയൺ കൊണ്ട് നിർമ്മിച്ച ഷിപ്പ് എന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഈ ഡിഫറൻസ് നമുക്ക് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, ആൻഡ് അവർ ലാസ്റ്റ് ടോപ്പിക് ഈസ് റിലേറ്റീവ് ഡെൻസിറ്റി. എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്? റിലേറ്റീവ് മീൻസ് എന്താണ്? ഇറ്റ്സ് എ കമ്പാരിസൺ അല്ലേ? എന്തിനെങ്കിലും കമ്പയർ ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഡെൻസിറ്റിയാണ് കമ്പയർ ചെയ്യുന്നത്. നമ്മൾ ഈ ഒബ്ജക്ട്സിൻ്റെ ഒക്കെ പ്യൂരിറ്റി മെഷർ ചെയ്യാനാണ് കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത്. സോ റിലേറ്റീവ് ഡെൻസിറ്റി എങ്ങനെയാണ് കാണുന്നത്? റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. നമ്മളതിനെ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? വാട്ടറിൻ്റെ ഡെൻസിറ്റിയുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ടോപ്പിക് ഇതോടെ. ഇനി വൺ മോർ തിങ്, റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഉണ്ടോ? നോ, റിലേറ്റീവ് ഡെൻസിറ്റി യൂണിറ്റ് ഇല്ല. ബിക്കോസ് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നാണ്. രണ്ടും ഡെൻസിറ്റി ടേംസ് ആണ്, മേളിലും താഴും. സോ ഇറ്റ് വിൽ ക്യാൻസൽ ഈച്ച് അതർ. സോ ദെയർ ഇസ് നോ യൂണിറ്റ് ഫോർ ദി റിലേറ്റീവ് ഡെൻസിറ്റി. സോ നമ്മൾ ഇന്ന് കവർ ചെയ്ത ടോപ്പിക്സ് ഗ്രാവിറ്റേഷൻ്റെ ചാപ്റ്ററിലെ ഫുൾ ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ജസ്റ്റ് റിവൈസ് ചെയ്തത്. ഫസ്റ്റ് വൺ ഈസ് യൂണിവേഴ്സൽ law of gravitation, second free fall, third one is acceleration due to gravity, and the fourth one is mass and weight, fifth weight of the object on moon, thrust and pressure, buoyancy, Archimedes principle, and the final topic is relative density. Now ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്യുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യും.
സോ ആ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.